മക്കളെ അങ്ങനെ നാളെ നമ്മുടെ മീറ്റ് നടത്താൻ പോവാണ്. എല്ലാവരും കുറച്ച് ടെൻഷൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ശരിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്തായാലും ഇത്രയും കാലം കഷ്ടപ്പെട്ടു, നമ്മുടെ എഫേർട്ടിന് ഏറ്റവും ബെസ്റ്റ് അത് എന്തായാലും കിട്ടാൻ പോകുന്ന ദിവസമാണ് ജൂൺ 21. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തായാലും മറക്കാത്ത ഒരു ദിവസമായിട്ട് മാറട്ടെ. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് എന്താണോ, എനിക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരിക്കും നാളെ നിങ്ങൾ എഴുതാൻ പോകുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലമായിട്ട് എക്സാം എഴുതിയ ആളുകളാണ്. ഒരു കാര്യം പലരും പറയണ്ടാവും, എക്സാം ടഫാവും, എക്സാം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ ആവേണ്ട ഒരു സമയം തന്നെയായിരുന്നു. ഈ സമയത്ത് വരെ ചില ആൾക്കാരുടെ ചിന്തയാണ്, എന്റെ എക്സാം ബുദ്ധിമുട്ടാവോ, അങ്ങനെ എക്സാം ബുദ്ധിമുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഇത്രയും കാലത്തെ മാർക്ക്, ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടായിരുന്നു, എനിക്ക് കഴിഞ്ഞ എക്സാമിൽ ഞാൻ അത്രയും സ്കോർ വാങ്ങിച്ചല്ലേ, അല്ലെങ്കിൽ എവിടെ ഇല്ലാണ്ടായിപ്പോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് പറയാൻ ഒറ്റ കാര്യം ഇതാണ്, മക്കളെ ഓൾറെഡി കുറെ സൂസൈഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ എക്സാമിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു എക്സാം 2025 നീറ്റ് കണ്ടതുപോലത്തെ ഒരു എക്സാം ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കൊക്കെ ഓക്കെ ആയിട്ടില്ല. നിങ്ങളോട് അത്യാവശ്യം നീതി പുലർത്തുന്ന ഒരു എക്സാം തന്നെയായിരിക്കും നിങ്ങൾ ഈ എഴുതാൻ പോകുന്ന ജൂൺ 21 നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം. അതായത് ഏറ്റവും നല്ലൊരു എക്സാം. അത് ഓൾറെഡി കഴിഞ്ഞ എക്സാമിന് നമ്മൾ അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇനിയിപ്പോ അടുത്തൊരു എക്സാമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ടെൻഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതൊരു എക്സാമിന് പോകുമ്പോൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ടെൻഷനുണ്ട്. ശരിയാണ്. കാരണം എന്താവും എക്സാം, അയ്യോ എനിക്ക് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ട്. എല്ലാ എക്സാമിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അത് തന്നെ ഉണ്ടാവും പോകുന്നത്. അല്ലാതെ പുതിയായിട്ട് ഈ വർഷം എന്തോ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നല്ല പെർഫോം ചെയ്തിട്ട് നിങ്ങൾ വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ വീക്കിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികളല്ല. ഇതിനെ പേടിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പറ്റും. എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മൾ ഇതുവരെ 3 മണിക്കൂർ എക്സാം എഴുതിയ കുട്ടികളാണ്. 3 മണിക്കൂറും 15 മിനിറ്റ്, അതായത് നമ്മുടെ മുന്നിൽ 3.25 മണിക്കൂറാണ് എക്സാമിന് സമയം കിട്ടുന്നത്. സാധാരണ നിങ്ങൾ ക്രിക്കറ്റ് മാച്ചിലൊക്കെ അവസാനത്തെ ഓവറുകളിൽ നല്ല രീതിയിൽ ബാറ്റ്സ്മാൻമാരെ അടിച്ച് സ്കോർ വാങ്ങിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഈ അവസാനത്തെ സമയം എന്ന് പറയുന്നത് നമുക്ക് 15 മിനിറ്റ് അഡീഷണലി കിട്ടുമ്പോഴേ നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് പേപ്പർ ടഫ് ആവുന്നതാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് മാത്രം ബുദ്ധിമുട്ടാവുന്ന പേപ്പർ അല്ലാതെ അടുത്തോണ്ട് പേപ്പറിലേക്ക് ചുമ്മാ നോക്കണ്ട. കാരണം അവൻ ചിലപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നൊരു കുട്ടിയായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം എന്താ ക്വസ്റ്റ്യൻ പോലും മനസ്സിലാവുണ്ടാവില്ല. അവൻ ചിലപ്പോൾ ഫുള്ള് പഠിച്ച് ബബിൾ ചെയ്യുണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാനും ഇത് മുഴുവൻ ബബിൾ ചെയ്യട്ടെ. അങ്ങനെയല്ല. അതായത് എനിക്ക് എക്സാം ടഫായി പോയോ, അങ്ങനെ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ ഇത്രയും കാലം എക്സാം എഴുതുന്നവരാ. അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് എന്തായിട്ടോ തോന്നുന്നത് അത് തന്നെയായിരിക്കും എല്ലാവർക്കും. നിങ്ങൾക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ് മക്കളെ. അതുകൊണ്ട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഇന്നത്തെ ദിവസം വേഗം ഉറങ്ങാൻ നോക്കണം. സമയം ലേറ്റ് ആവാൻ നിൽക്കരുത്. ഇപ്പൊ തന്നെ ഈ വീഡിയോ കേട്ട് അപ്പൊ തന്നെ ഉറങ്ങാൻ നോക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് കുറെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ നിൽക്കണ്ട, നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക. ഉറങ്ങിയിട്ടുള്ള പഠിത്തം മതി. ഓക്കെ. പല മക്കളും ഉറങ്ങാതെ എക്സാമിനേഷൻ ഹോളിൽ പോയിട്ടാണ് അവർക്ക് വേണ്ടതുപോലെ സ്കോർ ചെയ്യാൻ പറ്റാതെ പോകാറ്. അപ്പോൾ മക്കൾ നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് നിങ്ങളുടെ ഇക്വേഷൻ ബുക്സ് ഒക്കെ എടുക്കുക, ഫോർമുല ബുക്സ് ഒക്കെ എടുക്കുക. ഞാൻ NCERT ചുമ്മാ ഒന്ന് മറിച്ചിട്ട് നോക്കുക. നിങ്ങൾ പഠിച്ചത് മാത്രമേ ചോദിക്കൂ. നിങ്ങൾ ഇത്രയും കാലം എന്താണോ പഠിച്ചത് അത് മാത്രമേ എക്സാമിന് ഉണ്ടാവും. നല്ല മക്കളായിട്ട് എക്സാം എഴുതുക. ഓക്കെ. വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ഒരിക്കലും ഡെസ്കിൽ വെക്കാതിരിക്കുക. അത് ബെഞ്ചിലേക്ക് തന്നെ വെക്കുക. അങ്ങനെ ഡെസ്കിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് തട്ടി മറന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അഡ്മിറ്റ് കാർഡ്, പിന്നെ അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ എടുത്തു വെക്കുക. വാലിഡ് ആയിട്ട് ID പ്രൂഫ്, ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിനെയാണ്. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ എക്സാമിനും പ്രോപ്പറായിട്ട് പാലിച്ചതിനെയാണ്. നിങ്ങൾ കഴിഞ്ഞ എക്സാം 22,78,000 കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 17 ലക്ഷത്തോളം കുട്ടികൾ മാത്രമേ ഈ എക്സാം എഴുതുന്നുള്ളൂ. അത് വിചാരിച്ചിട്ട് കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടൊന്നുമില്ല. കോമ്പറ്റീഷൻ നന്നായിട്ട് പഠിച്ച കുട്ടികൾ എല്ലാവരും തന്നെ ഈ എക്സാം എഴുതും. മക്കളെ, നിങ്ങൾ ആ കൂട്ടത്തിൽ ഒരാളാണ്. നാളത്തെ എക്സാം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആവട്ടെ. ഏറ്റവും നല്ല രീതിയിൽ എഴുതിയിട്ട് ഭയങ്കരമായിട്ട് നാളെ എക്സാമിൽ ഹോളിയിൽ ഇറങ്ങി വരുന്നത് പാരന്റ്സിന്റെ അടുത്ത് ഓടി ചെന്നിട്ട് ഇത്രയും കാലം പഠിച്ചത് ഒഴുത്തായി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ കുട്ടി ഡോക്ടറായി എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ മക്കൾക്ക് ഓടി ചെല്ലാൻ പറ്റട്ടെ. പാരന്റ്സിനെ പ്രൗഡ് മൂമെന്റിലേക്ക് കൊണ്ടുപോകാൻ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. എല്ലാ പ്രാർത്ഥനകളും. മക്കളെ, ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എക്സാമിന് നേരത്തെ നിങ്ങൾക്ക് ബുക്കിലേക്ക് തരണം. 1:45 ബുക്കിലേക്ക് തന്നിട്ടില്ലേ നിങ്ങൾ ചോദിക്കണം. 5:15 വരെ നിങ്ങൾക്ക് എഴുതാനുള്ള സമയമാണ്. 5:15 വരെ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ. അതിനിടയ്ക്ക് ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് തരണം. OMR തരണം എന്ന് ഞാൻ പറഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. 3 മണിക്കൂർ 15 മിനിറ്റാണ് എക്സാം ടൈം. ആ സമയം മൊത്തം നിങ്ങൾക്ക് കിട്ടണം. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാ പ്രാർത്ഥനകളും. ഓക്കെ. നാളത്തെ ദിവസം നിങ്ങളായിട്ട് മാറട്ടെ. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.